മിസ് ചെയ്യരുത് എന്തായാലും. ചിരിക്കാനുള്ള പടമാണ്. ഇതിനകത്തൊരു മെസ്സേജാണ് ഉള്ളത്. ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാമിലിക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പടമാണ്. വെരി നൈസ് മൂവി. ഇറ്റ്സ് എ ഫുൾ ടു കോമഡി എന്റർടൈനേഴ്സ്. മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഈ സിനിമ കണ്ടാൽ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. മനുഷ്യനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചേക്കുന്നത്. അഭിനയത്തിന്റെ കാര്യത്തില് അശോകന്റെ ഫാദർ ഒരു വെറൈറ്റി, വളരെ നാളുകൾക്ക് ശേഷം ലാലു അലക്സ് നല്ലൊരു ക്യാരക്ടറോട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. ആ പഴയ ലാലു അലക്സിന്റെ ശബ്ദം ഇപ്പോഴും ഉണ്ട്. നല്ല പടമാണ്. വ്യത്യസ്തമായ ചിരിക്കാനുണ്ട്. അടിപൊളി പടം, ചിരിക്കാനേ ഉള്ളൂ. അടിപൊളി പടം, സൂപ്പർ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാ, ചിരിക്കാൻ. നൈസ് മൂവി. ഫണ്ണായിരുന്നു. വെരി നൈസ്. എക്സലന്റ് കോമഡി. മസ്റ്റ് വാച്ച് ഫിലിം. Yeah, very nice movie. Excellent. Very funny. Vishnu is very nice and Amara is very nice heroine. അടിപൊളി രസം, സൂപ്പറാണ്. അടിപൊളി, സൂപ്പർ. ചിരിക്കാൻ അടിപൊളിയാണ്. ഫണ്ണാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടം. സൂപ്പർ പടം. നല്ലായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ചിരിക്കാൻ, ഫുൾ എന്റർടൈനിങ്. നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല കണ്ടന്റ് ഉണ്ട്. അത് അപ്പൊ നിങ്ങൾ കണ്ടോ? മൂവി കണ്ടോ? ഇഷ്ടമായില്ലേ? ഒരു വെറൈറ്റി വിഷയമല്ലേ അതില്? എന്ത് തോന്നി? Kind of supported me a lot with the language barrier and loved the food. Loved the shooting was done in Kochi, Fort Kochi and Kupara. Beautiful place. I really love the place. So I think the entire efforts of the production, the directors, producers, artists and everybody has come to the place and the movie has come out very good. So I hope everybody goes and watches in the theatre. Thank you. വർക്കായിട്ടുണ്ട്. ഹാപ്പി. എല്ലാവരും വരണം, കാണണം. മഴയൊന്നും ഇല്ലാണ്ടിരുന്നാൽ എല്ലാവർക്കും സൗകര്യമായിട്ട് വന്ന് കാണാം. മിസ് ചെയ്യരുത് എന്തായാലും. ചിരിക്കാനുള്ള പടമാണ്. കാണണം, മാക്സിമം വിജയിപ്പിക്കണം. നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ? കണ്ടില്ലേ? കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യിപ്പിക്കണം. കാര്യം എല്ലാവരിലും എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർക്കാവുമെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് വെഞ്ചറാണ്. പടത്തിനകത്ത് ആദ്യം തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം ഓഡിയൻസിനോടൊപ്പം കണ്ടപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഫീലൊരു വേറെ തന്നെയാണ്. ഐ എം വെരി ഹാപ്പി ആസ് എ പ്രൊഡ്യൂസർ. ഇനി ബാക്കി ഓഡിയൻസ് തീരുമാനിക്കട്ടെ. ഇഷ്യൂസ് പറയാനായിട്ട് ഇതിനകത്തൊരു മെസ്സേജാണ് ഉള്ളത്. ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനെയും കളിയാക്കുന്നില്ല. അതിനകത്തുള്ള ഒരു സ്പെഷ്യൽ കാര്യം അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് മാത്രം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ സൊസൈറ്റിയിൽ. അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനർ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് അടിപൊളിയല്ലേ? അത് ഇതിനു മുമ്പും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ കോംബോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഫാമിലിക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പടമാണ്. 916 Kunnuttan film and I've got 2 Tamil projects in the pipeline. Shooting starting from September. Very nice movie. It's a full to comedy entertainers and it's a family drama as well. There's understand that without subtitles. Yeah, a little bit in the first half, but in the second half, I was so glad that there were subtitles, and yeah, I could understand. I was laughing continuously throughout the second half, so it's a nice movie. I would like you guys to watch it. Yeah, thank you. ഒത്തിരി കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സും സൂപ്പറായിരുന്നു. അതെ, കോമഡിയും ഉണ്ട്, ഇത് ഒക്കെ ഉണ്ട്, ഫൈറ്റും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും നന്നായിട്ട്, ആരും പ്രത്യേകിച്ച് പറയാനൊന്നും എല്ലാവരും നന്നായിട്ട്. ഫാമിലി കുട്ടികളെ കൊണ്ടുവന്ന് വന്ന് കാണണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്കും
നമ്മുടെ പിരിമുറുക്കങ്ങൾക്ക്, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഈ സിനിമ കണ്ടാൽ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയ്ക്കും നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിപിൻ ജോർജിനെ പോലെയുള്ള കൂട്ടുകെട്ടാണ്. ശ്രീജിത്ത്, രഞ്ജിത്ത് എന്ന 2 ഡയറക്ടർമാരാണ് ഇത് ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചം. പിന്നെ ലാലു അലക്സ് ചേട്ടൻ, പിന്നെ അശോകൻ ചേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അലൻസിയർ ചേട്ടൻ കുറച്ചേ ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ അടിപൊളിയാണ്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഒന്നിച്ചൊരു പടം, കോമഡി, കുറച്ച് കോമഡി ഉണ്ട്. പിന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു മതം, അങ്ങനത്തെ ഒരു പടമാണ്. കുറച്ച് ഇടിയും തമാശകളും ഉണ്ട്. കോമഡിയാണ്. പക്ഷേ എങ്കിലും വളരെ ഗൗരവമുള്ളൊരു വിഷയം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ദിവ്യന്മാരുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വളരെ രസകരമായിട്ട് നിർഭയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രസകരമാണ് പടം. ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം ചിരിയിലൂടെ ഒരു കാര്യം പറയുന്നു. നന്നായിട്ട് കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിക്കാനൊക്കെ എല്ലാം വർക്കായിട്ടുണ്ട്. അതെ, നിങ്ങളുണ്ടായില്ലേ കാണാൻ? അടുത്ത ഷോ കയറി കാണും. നല്ല പടം. അതുണ്ട്. അതൊക്കെ എഴുത്തുകാരോട് സംവിധായകരോട് ചോദിക്കുക. നമ്മൾ അഭിനേതാക്കളല്ലേ. അല്ല, ഒരു ഫൺ മൂഡിലാണ് നമ്മൾ എടുത്തത്.